ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ. വിഷ്ണു സഹസ്രനാമം, ഇനിയും അതിൻ്റെ ന്യാസ മന്ത്രമാണ്. അസ്യ ശ്രീ വിഷ്ണുർ ദിവ്യസഹസ്രനാമ സ്തോത്രമഹാമന്ത്രസ്യ ശ്രീ വേദവ്യാസോ ഭഗവാൻ ഋഷിഃ അനുഷ്ഠുപ്ഛന്ദഃ ശ്രീ മഹാവിഷ്ണു പരമാത്മാ ശ്രീമന്നാരായണോ ദേവത അമൃതാംശോദ്ഭവോ ഭാനുരതി ബീജം ദേവകീനന്ദനഃ സൃഷ്ടേതി ശക്തിഃ ഉത്ഭവക്ഷോഭണോ ദേവ ഇതി പരമോ മന്ത്രഃ ശംഖുഭിന്നന്തികീ ചക്രതി കീലകം ശാർങ്ങ ധന്വാഗതാധര ഇത്യസ്ത്രം രഥാംഗപാണീരക്ഷോഭ്യ ഇതി നേത്രം ത്രിസാമസാമകസാമേതി കവചം ആനന്ദം പരബ്രഹ്മേതി യോനി ഋതുസുദർശനകാല ഇതി ദിഗ്ഭണ്ഡഃ ശ്രീ വിശ്വരൂപ ഇതി ധ്യാനം ശ്രീ മഹാവിഷ്ണുർ പ്രീത്യർത്ഥേ സഹസ്രനാമജപേ വിനിയോഗഃ. ഇവിടെ മധ്യമ ന്യാസം, ഋഷി, ഛന്ദസ്, ദേവത, ബീജം, കീലകം, അസ്ത്രം, നേത്രം, കവചം, ധ്യാനം, ദിഗ്ബന്ധം മുതലായവകൾ ചേർത്തിട്ടുള്ള ന്യാസമാണ് ഈ പറഞ്ഞ മന്ത്രം. ഓം നമോ ഭഗവതേ വാസുദേവായ. സ്തോത്രം ജപിക്കുന്നതിന് മുമ്പായിട്ട് ഈ അതാത് ദേവതകളെ ന്യസിക്കുന്നു. നമ്മുടെ ശരീരം തന്നെ ഒരു ക്ഷേത്രമാണ്. അതിൽ അധ്യക്ഷനായി, ക്ഷേത്രജ്ഞനായി ഭഗവാൻ പരമാത്മാവ് തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ കുടികൊള്ളുന്നത്. അപ്പം ഭഗവാനെ സേവിച്ചുകൊണ്ട് ഭഗവാന്റെ തന്നെ വിഭൂതികളായ ഓരോ ഭാവങ്ങളും നമ്മുടെ ശരീരത്തിലേക്ക് ആ വിവിധ ഭാഗങ്ങളിൽ നമ്മൾ സങ്കൽപ്പിക്കുകയാണ്. അതിനാണ് ന്യാസമെന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഇത് അംഗന്യാസ്യം, കരന്യാസ്യം ത്തോടുകൂടിയതാണ്. ആ ഒരു സാധകനെ ദേവതാമയനായി തീരുന്നു ഈ ന്യാസം ചെയ്യുന്നതോടുകൂടി. അപ്പം ന്യാസം ചെയ്യുമ്പോൾ നമ്മുടെ കൈകളെ കൊണ്ട് സ്പർശിക്കുന്നത് ഉത്തമമാണ്. അതിൻ്റെ ആ അർത്ഥപൂർണം ഓർമ്മിക്കുവാനും അന്നേരം നമുക്ക് സാധിക്കും. അല്ലാതെ വെറുതെ ചൊല്ലുമ്പോൾ എന്താണെന്ന് നമുക്ക് അറിയാൻ സാധിക്കുകയില്ല. അപ്പം ഇവിടെ അസ്യ ശ്രീ വിഷ്ണു ദിവ്യ സഹസ്രനാമ സ്തോത്ര മഹാമന്ത്രസ്യ ശ്രീ വേദവ്യാസോ ഭഗവാൻ ഋഷിഃ. ഇവിടെ ഋഷിഃ എന്ന് പറഞ്ഞാൽ സഹസ്രനാമത്തിൻ്റെ ഉപജ്ഞാതാവാണ്. അപ്പം ഈ സഹസ്രനാമങ്ങളെ രചിച്ചത് ആരാണെന്നാണ്? ആ ആളാണ് ഋഷി, വേദവ്യാസനായ ഋഷി. ഇവിടെ ഋഷിയായിട്ട് കണക്കാക്കുന്ന എന്നേരം ആരെയാണ്? വേദവ്യാസ മഹർഷിയെ. അപ്പം നമ്മൾ അത് മനസ്സിലാകുമ്പം വേദവ്യാസ മഹർഷിയെ മനസ്സിലൊന്ന് ഓർമ്മിക്കും, സ്മരിക്കും. ഗുരുസ്മരണ ഉണ്ടാകും. അപ്പം ആ ഗുരുവിൻ്റെ മന്ത്രത്തെ നമ്മൾ എന്ത് ചെയ്യുവാണ്? ആവഹിക്കുകയാണ് ഋഷി എന്ന് പറയുമ്പോൾ. അപ്പം നമ്മുടെ നിറുകയിലാണ് അതന്ന് ആ സമയത്ത് നമ്മൾ തൊടേണ്ടത്. നമ്മുടെ കയ്യിലെ തള്ളവിരലും മധ്യവിരലും മോതിരവിരലും ഇത് മൂന്നും കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട്
നമ്മൾ ആ ചൂണ്ടുവിരലും ചെറുവിരലും മാറി നിൽക്കും. ഈ മുദ്രയ്ക്ക് മൃഗമുദ്ര എന്നാണ് പറയുന്നത്. ഇങ്ങനെ ചൂണ്ടുവിരലും ചെറുവിരലും മറ്റു 3 വിരലിനെയും തൊടാതെ നിൽക്കുന്നത് കാണുമ്പോൾ ഒരു മാനിൻ്റെ കൊമ്പ് പോലെ തോന്നും. അതുകൊണ്ടാണ് ഇതിനെ മൃഗമുദ്ര എന്ന് വിളിക്കുന്നത്. അസ്യ എന്ന് പറയുമ്പോൾ അർത്ഥം ശ്രീ വിഷ്ണുവിൻ്റെ ദിവ്യ സഹസ്രനാമ സ്തോത്ര മഹാമന്ത്രസ്യ, ആ ദിവ്യമായ സഹസ്രനാമ സ്തോത്രമാകുന്ന മഹാമന്ത്രമാണ്. 1000 മന്ത്രങ്ങൾ വരുന്ന ഒരു മഹാമന്ത്രമാണ്. ഈ മന്ത്രത്തിൻ്റെ ഋഷിയാണ് വേദവ്യാസൻ. അപ്പൊ ഭഗവാൻ എന്ന് പറഞ്ഞാൽ സർവജ്ഞൻ എന്നർത്ഥം. ഭഗവാന്റെ അംശാവതാരമാണ് ആര്? വേദവ്യാസൻ. ഇനി അനുഷ്ഠിപ് ഛന്ദഃ എന്ന് പറയുമ്പോഴോ, ശ്രീ വിഷ്ണു സഹസ്രനാമം എഴുതിയിരിക്കുന്നത് ഏത് ഛന്ദസ്സിലാണ്? ആ ഛന്ദസ് എന്ന് പറഞ്ഞാൽ ഇവിടെ വൃത്തമെന്നാണ്. അനുഷ്ഠിപ് ഛന്ദസ്സിലാണ് ഇവിടെ വൃത്തം രചിച്ചിരിക്കുന്നത്. 32 അക്ഷരമുള്ള ശ്ലോകങ്ങളെയാണ് 8 അക്ഷരം വീതം 4 വരികളിൽ കൂടി വരുന്നതിനെയാണ് അനുഷ്ഠിപ്പ് എന്ന് പറയുന്നത്. അപ്പം ഈ മൃഗമുദ്ര കൊണ്ട് ചുണ്ടിൻ്റെ മുകളിൽ തൊട്ടു തൊട്ടില്ല എന്ന രീതിയിൽ കാണിക്കുക. അപ്പൊ കൈ നമ്മൾ മുട്ടിയാൽ, ചുണ്ടയിൽ ചെന്ന് മുട്ടിയാൽ, അല്ലെ മൂക്കിൻ്റെ താഴെ വന്ന് ആ മൂക്കേൽ മുട്ടിയാൽ കൈ എച്ചിലായി. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ തൊടരുത്, സ്പർശനം ചെയ്യരുത്, കാണിക്കുക. ആ ചുണ്ടില് അടുത്തു കൊണ്ടുപോയി ഇങ്ങനെ കാണിച്ചാൽ മതി. അത് കഴിഞ്ഞ് ശ്രീ മഹാവിഷ്ണു പരമാത്മാ ശ്രീമന്നാരായണോ ദേവത, ഈ മഹാമന്ത്രത്തിൽ ആരാധിക്കപ്പെടുന്ന മുഖ്യമായിട്ടുള്ള വിഷയം ആര്? ഏത് ദേവതയാണ് ഈ മന്ത്രത്തിലൂടെ നാം ഉപവസിക്കുന്നത്? നാരായണൻ എന്ന ദേവത. അതാണ് ഇവിടെ ശ്രീ പരമാത്മാ ശ്രീമന്നാരായണ ദേവത. അപ്പൊ പ്രപഞ്ചത്തിന്റെ മുഴുവൻ പരമാത്മാവാണ് ശ്രീമന്നാരായണൻ. അപ്പം ദേവതയെ പറയുമ്പോൾ ഈ മൃഗമുദ്ര കൊണ്ട് നമ്മുടെ ഹൃദയത്തെ വേണം സ്പർശിക്കാൻ. അത് കഴിഞ്ഞ് അമൃതാംശോദ്ഭവോ ഭാനുരതി ബീജം, ഈ സഹസ്രനാമത്തെ നമ്മൾ പറയുമ്പോൾ അതിൻ്റെ ബീജസ്ഥാനത്ത് അമൃതാംശോദ്ഭവോ ഭാനുരതി ബീജം എന്നത് ഭഗവാന്റെ നാമമാണ്. അത് ചന്ദ്രന്റെ ഉത്ഭവസ്ഥാനവുമാണ്. അപ്പം സൂര്യനായിരിക്കുന്ന ഭഗവാന്റെ നാമമാണ് ഇവിടെ ബീജം. അതിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള രൂപമെന്ന് പറഞ്ഞുകൊണ്ട് മൃഗമുദ്രയില് തൻ്റെ ഹൃദയത്തിൻ്റെ തൊട്ടുതാഴെ സ്പർശിക്കുക. 2 മാറിൻ്റെയും നടുവിലായി സ്പർശിക്കുക. ദേവകീനന്ദന സൃഷ്ടേതി ശക്തി. ദേവകീനന്ദന ഇനി സൃഷ്ടേതി, ഈ സഹസ്രനാമത്തിൻ്റെ ശക്തി ആരാണ്? അതാണ് ശക്തി. സൃഷ്ടേതി ശക്തി. ഈ 2 മന്ത്രങ്ങളാണ് ദേവകീനന്ദനും സൃഷ്ടേതി ശക്തി എന്നുള്ള നാമവും. അപ്പം ഇത് ഉച്ചരിച്ചുകൊണ്ട് 3 വിരലും കൂട്ടിപ്പിടിച്ച് നാഭിയെ സങ്കല്പിക്കുക. ഉദരത്തെ തൊട്ടുകൊണ്ട് ജപിക്കുക. ഉത്ഭവോ ശോഭനോ ദേവ ഇത് പരമോ മന്ത്ര. പരമമായ മന്ത്രം ഏതാണ്? ഉത്ഭവക്ഷോഭണ ദേവ.
3 നാമങ്ങളാണ്. പരമോ മന്ത്ര, ഇത് പരമമായിട്ടുള്ള മന്ത്രമാണ്. ഇത് ജപിക്കുമ്പോൾ കൈകൂപ്പി തൊഴുകയാണ് വേണ്ടത്. തുടർന്ന് ശംഖുവിൻ നന്ദികി ചക്രതി കീലകം, ശംഖുവൃത് നന്ദകി ചക്രതി ഭഗവാന്റെ 3 നാമങ്ങളാണ് പറഞ്ഞത്. നന്ദകം എന്നാൽ ശംഖ് ധരിച്ചവനും വാള് ധരിച്ചവനും ചക്രം ധരിച്ചവനും. നന്ദകം എന്നാൽ ഭഗവാന്റെ വാള്, അത് ധരിച്ചിരിക്കുന്നത് കൊണ്ട് നന്ദകി എന്ന് പറയും. ഈ 3 ആയുധങ്ങളെ ധരിച്ചിരിക്കുന്ന ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലി കീലകം. കീലകം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉറപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തി എന്നാണ് അർത്ഥം കീലകത്തിന്. ഇത് നമ്മുടെ വലത്തെ കാലിൻ്റെ വിരലുകൾ കൊണ്ട് നമ്മുടെ പാദങ്ങളെ സ്പർശിക്കണം. അന്നേരം 2 കാലിനും ഒന്ന് സ്പർശിക്കുക. പിന്നെന്താണ്? ശാർങ്ങ ധന്വാ ഗദാധരായിത്യസ്ത്രം. ശാർങ്ങധന്വാ ഗദാധര 2 നാമങ്ങളാണ് ഇവിടെ അസ്ത്രമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആ നാമങ്ങളെ സങ്കല്പിക്കുന്നു. പിന്നെ നമ്മുടെ ചൂണ്ടുവിരലും നടുവിരലും മാത്രം എടുത്തിട്ട് ബാക്കി 3 മടക്കി പിടിച്ചുകൊണ്ട് ഈ 2 വിരലുകൊണ്ട് ഇടത് കൈയിൽ തൊട്ടുകൊണ്ട്, അതാണ് അസ്ത്രത്തിൻ്റെ മുദ്ര, ന്യാസം. രഥാംഗ പാണീരക്ഷോഭ്യ ഇതി നേത്രം. അപ്പം നടുവിരലും ചൂണ്ടുവിരലും എടുത്തിട്ട് ബാക്കിയെല്ലാം മടക്കി വെക്കുക. ഈ 2 വിരലുകൊണ്ട് എന്താണ്? ഭഗവാന്റെ അസ്ത്രത്തിൻ്റെ മുദ്രയാണ് ന്യാസം. രഥാംഗപാണി രക്ഷോഭ്യ ഇതി നേത്രം. രഥാംഗപാണിഭ്യ, അപ്പം അക്ഷോഭ്യ എന്ന 2 നാമങ്ങൾ. 2 വിരലുകളെ, കണ്ണുകളെ സ്പർശിക്കുക. വലത് കൈയിലെ ചൂണ്ടുവിരലും നടുവിരലുമായിട്ട് ബാക്കി മടക്കി പിടിക്കുക. എന്നിട്ട് ഈ 2 കണ്ണിലും കാണിക്കുക. അപ്പം നമ്മളെ മുന്നോട്ട് നയിക്കുവാനുള്ളത് എന്താണ്? ഈ കണ്ണാണ്, ഈ കാഴ്ചയാണ്. ഈ കാഴ്ചയില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാണാൻ സാധിക്കുമോ? സാധിക്കുകയില്ല. അപ്പം ഈ 2 നാമങ്ങൾ എന്താണ്? രഥാംഗപാണി രക്ഷോഭ്യ ഇതി നേത്രം. ഇനിയും ത്രിസാമ സാമേതി കവചം. ത്രിസാമഹ സാമേതി കവചം. ഈ കവചം ചെയ്തിട്ട് നമ്മുടെ ശരീരത്തെ രക്ഷിക്കുവാനുള്ള ഒരു പടച്ചട്ടയാണ് എന്ത്? ഈ കവചമെന്ന് പറയുന്നത്. അതാണ് ത്രിസാമാ സാമക സാമേതി കവചം. അപ്പം നമ്മുടെ ശരീരത്തെ രക്ഷിക്കുവാനുള്ള ഒരു പടച്ചട്ട നമ്മൾ അണിഞ്ഞു. നമ്മുടെ വലുത് വിരലുകളെ ഇടത്തെ കൈയിലും ഇടത്തെ കൈവിരൽ വലത്തെ ചുമരിലും ക്രോസ് ആയിട്ട് സ്പർശിക്കുക. അത് കഴിഞ്ഞ് ആനന്ദം പരബ്രഹ്മേതി യോനിഹി. ആനന്ദം പരബ്രഹ്മം 2 നാമങ്ങളാണ്. ഇത് പറഞ്ഞുകൊണ്ട് നാഭിയിൽ തന്നെ സ്പർശിക്കുക. ഋതു സുദർശനക്കാല ഇത് ദിഗ്ബന്ധ എന്ന് വെച്ചാൽ കൈകൾ 2 മടക്കി പിടിച്ചുകൊണ്ട് ആ തലയ്ക്ക് ചുറ്റും 8 ദിക്കിനെയും പിന്നെ മുകളിലും താഴേക്കും 10 ദിക്കിനെയും ബന്ധിക്കലാണ്. അപ്പം ഈ നമ്മുടെ ദിക്കുകളെ
പ്രൊട്ടക്ഷൻ ചെയ്യുന്ന മുദ്രയാണ്. ശ്രീ വിശ്വരൂപ ഇതി ധ്യാനം. അപ്പൊ ഭഗവാന്റെ രൂപമാണെന്നുള്ള നാമമാണ്, അത് സങ്കല്പിച്ചുകൊണ്ട് ധ്യാനം. ഇത് രണ്ടും കൈകൾ ചേർത്ത് തൊടണം. അവസാനം ശ്രീ മഹാവിഷ്ണു പ്രീത്യർത്ഥേ സഹസ്രനാമ ജപേ വിനിയോഗ. ഇതാണ് ന്യാസം സ്പർശിച്ചുകൊണ്ട് ഉറപ്പിക്കുന്ന മന്ത്രം. അപ്പം ഈ ധ്യാന നമ്മൾ ജപിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഇപ്പം നമ്മുടെ ശരീര അവയവങ്ങളെ എല്ലാം തൊട്ട് തൊട്ട് നമ്മൾ ഇത് ചൊല്ലുന്നത് ഇതെങ്ങനെയാണെന്നുള്ളത് പറഞ്ഞത് വീണ്ടും ഓഡിയോ കേൾക്കുക. 2-3 ആവർത്തി കേട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഒരു ബുക്കിലോട്ട് ആ ആവശ്യത്തിനുള്ളതെല്ലാം നമ്മൾ എഴുതി കുറിച്ചിടണം. അല്ലെങ്കിൽ എന്താണ്, നമ്മളിപ്പോൾ കേട്ടു പിന്നീട് അങ്ങ് മറന്നുപോകും. വേറെ കാര്യങ്ങളൊക്കെ പഠിച്ചു വരുമ്പോൾ ഇത് മറന്നുപോകും. എന്നിട്ട് ഇതെന്താണ്, പയ്യെ നമ്മൾ നമ്മുടെ പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ നോക്കുക. മറക്കാതിരിക്കാനുള്ള ഒരു പ്രവണത കൂടിയാണ്. ഈ വിഷ്ണു സഹസ്രനാമം ജപിച്ചു കഴിഞ്ഞ് ഈ ന്യാസങ്ങളൊക്കെ തന്നെത്താനെ ചെയ്ത് പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ മറന്നു പോകുകയില്ല. ഹരി ഓം. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. വിഷ്ണു സഹസ്രനാമ സ്തോത്രം ധ്യാനശ്ലോകം. അദധ്യാനം ക്ഷീരോദ്വന്നത്പ്രദേശേ ശുചിമണിവിലസത് സൈകതൈർമുക്തികാനാം മാലാക്ലിപ്താസനസ്ഥ സ്ഫടികമണിനിഭൈർമുക്തികൈർമണ്ഡിതാംഗഃ ശുഭ്രൈരഭ്രൈരദഭ്രൈരുപരി വിരിചിതൈർമുക്തപീയൂഷവർഷൈ ആനന്ദേന പുണ്യാതരിനളിനഗദാശങ്കുപാണീർമുകുന്ദഃ ഭൂപാതൗ യസ്യ നാഭീർവിയത അസുരനിലചന്ദ്രസൂരൗജനേത്രേ കർണാവാസാശിരോ ദൗർമുഖമഭിദഹനോ യസ്യ വാസ്തേയമപ്തിഃ അന്തസ്ത്യം യസ്യ വിശ്വം സുരനരഗഗോ ഭോഗിഗന്ധർവദൈത്യഃ ചിത്രം ജം ജമ്യത്തെ തം ത്രിഭുവനവപുഷം വിഷ്ണുമീശം നമാമി. ഇവിടെ ക്ഷീരോദ്വന്നത്പ്രദേശേ ശുചിമണി വിലസത്. ക്ഷീരം എന്ന് വെച്ചാൽ പാല്. ഉദന്നത് എന്ന് വെച്ചാൽ സമുദ്രത്തിൻ്റെ പര്യായമാണ്. ക്ഷീരോദ്വന്നത്പ്രദേശേ, പ്രദേശം തന്നെ, പാൽക്കടലിൻ്റെ ആ മധ്യത്തിലെന്നർത്ഥം ആ പ്രദേശത്തിനെ പറയുന്നത്. ശുചിമണി വിലസൈകതൈർ മുക്തിഗാനാം. സൈകതൈ, സൈകതൈ എന്ന് വെച്ചാൽ മണൽത്തിട്ട എന്നർത്ഥം. അപ്പം ശുചിമണി വിലസ സൈകതൈർ, നല്ല രത്നങ്ങൾ ശോഭിക്കുന്ന ആ മണൽത്തിട്ടയിൽ പാൽക്കടലിൻ്റെ മധ്യത്തിൽ ഒരു ദ്വീപ് പോലെ പൊങ്ങിയത്. ആ ദ്വീപിൻ്റെ പേരാണ് ശ്വേതദ്വീപ് എന്നാണ് ആ ദ്വീപിൻ്റെ പേര്. അപ്പോൾ ഭഗവാൻ അവിടെയാണ് വസിക്കുന്നത്. ശുചിമണി വിലസൈകതൈർമുക്തിഗാനാം മാലാക്ലിപ്താസനസ്ഥ. ആ മൗക്തിഗാനം, മൗക്തി എന്ന് വെച്ചാൽ മുത്തുമണികൾ എന്നർത്ഥം. അപ്പം അതിൻ്റെ മാല കൊണ്ട് ക്ലിപ്തം,
അലങ്കൃതമായ ആസനത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ. ഭഗവാൻ ഇരിക്കുന്ന പീഠം, ആസനം അതെങ്ങനെയുള്ളതാണ്? മുത്തുമണികൾ കൊണ്ട് കൊത്തിയിട്ടുണ്ട്. മൗക്തികാനാം മാലാക്ലിപ്താസനസ്ഥാ സ്ഫടികമണി നിഭൈർമൗക്തികൈർമണ്ഡിതാംഗഃ. ഭഗവാന്റെ ശരീര അവയവങ്ങള് ഈ സ്ഫടികമണി നിഭൈർഹി, സ്ഫടികമണികൾ പോലെ ശോഭിക്കുന്നതാണ് ആ മുത്തുമണികൾ. അങ്ങനെയുള്ള ആ മുത്തുമണികളെ കൊണ്ട് അലങ്കരിക്കപ്പെട്ട ഭഗവാന്റെ അംഗം, ഭഗവാന്റെ ശരീര അവയവങ്ങൾ എങ്ങനെയാണ്? ശുഭ്രൈ അഭ്രൈരതഭ്രൈരുപരി വിരിചിത്. മുക്തപീയൂഷവർഷൈ ആനന്ദേ ന പുനിയാദരി നളിന ഗദാ ശംഖുപാണീർമുകുന്ദഃ. അപ്പൊ എങ്ങനെയുള്ളതാണ്? അഭ്രം എന്ന് വെച്ചാൽ മേഘമെന്നാണ് അർത്ഥം. ഭഗവാൻ ഇരിക്കുന്നതിൻ്റെ മുകളില് നല്ല മേഘങ്ങളുണ്ട്. ഇനി അതെങ്ങനെയുള്ള മേഘങ്ങളാണെന്നാ പറഞ്ഞിരിക്കുന്നത്? ശുഭ്രഹി അഭ്രഹി, അത് വെളുത്ത മേഘങ്ങള്. അത് അഭ്രങ്ങളാണ്. അതഭ്രം എന്ന് പറഞ്ഞാല് വലുതും ചെറുതും. ഉപരിവിരചിത, ഉപരിഭാഗത്ത് വിരചിക്കുന്നു ആ വെൺമേഘങ്ങൾ. അതിൽ നിന്ന് മുക്ത പീയൂഷവർഷേ, അമൃതവർഷം പൊഴിക്കുന്നു. ആ മേഘം ഭഗവാന്റെ മേലെ അമൃതവർഷം പൊഴിക്കുന്നു. അങ്ങനെ താഴെ ഇരുന്ന് ആനന്ദേന പുനിയാദരിനളിനഗദാ ശംഖുപാണീർമുകുന്ദഃ. അവിടെ ഭഗവാൻ ആനന്ദനായിട്ടിരിക്കുന്നു. അപ്പം ഒരു പ്രകാശമയമായ ഭാവമാണ് അവിടെ ഭഗവാൻ ഇരിക്കുന്ന സ്ഥലത്ത്. ആ മുത്തുമണിമാലകളും ആ കയ്യിലെ 4 ആയുധങ്ങളും മാത്രമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സ് അത്രയും സൂക്ഷ്മമായിട്ട് വേണം ധ്യാനിക്കേണ്ടത് എന്നാണ് ഈ 1-ാമത്തെ ശ്ലോകത്തിൽ കൂടി പറയുന്നത്. അപ്പം ഭഗവാന്റെ വാസസ്ഥാനമായ ആ പാൽക്കടൽ മധ്യത്തിൽ ശ്വേതദ്വീപ് എന്ന് പറയപ്പെടുന്ന ആ മണൽത്തിട്ടയിൽ മുത്തുമണികളുടെ മാലകൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ട ആസനത്തിൽ ഇരിക്കുന്ന സ്ഫടികമണികളുടെ പ്രകാശം കൊണ്ട് അലങ്കരിക്കപ്പെട്ടത്. അവിടെ ഭഗവാൻ ഇരിക്കുന്നതിൻ്റെ മുകൾ ഭാഗത്ത് വെൺമേഘങ്ങൾ പീയൂഷവർഷം ചൊരിയുന്നു. അങ്ങനെ ഉള്ള അങ്ങനെ അമൃതവർഷം പൊഴിക്കുന്ന രീതിയിൽ ഭഗവാന്റെ കയ്യിൽ ചക്രം, ഗദ, പത്മം, ശംഖ് ആദിയായവകളെ കൊണ്ട് ആ മുകുന്ദൻ ആ ദിവ്യങ്ങളായ വസ്തുക്കളെ കയ്യിൽ ധരിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ആ മുകുന്ദൻ ഞങ്ങളെ ശുദ്ധീകരിക്കട്ടെ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആനന്ദേന പുനിയാദ് അരിനളിനഗദാ ശംഖുപാണീർ മുകുന്ദ എന്നാ പറഞ്ഞിരിക്കുന്നത്. നഹ പുനിയാദ് പ്രാർത്ഥിക്കുന്നു, ഒരു തേജസ്സായിട്ട് നാം ഭാവന ചെയ്യുക. അപ്പം ഇതിൽ നിറമോ വർണ്ണമോ ഒന്നും പറഞ്ഞിട്ടില്ല. കയ്യിൽ 4 വസ്തുക്കളെ മാത്രം പറഞ്ഞിട്ടുള്ളൂ. അപ്പം സൂക്ഷ്മത്തിൽ നിന്ന് സ്ഥൂലത്തിലേക്ക് വരികയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വിരാട് പുരുഷ ധ്യാനമാണ് 2-ാമത്തെ ശ്ലോകത്തിൽ കൂടി പറയുന്നത്.
ഭൂപാതൗ യസ്യ നാഭിർവിയത അസുര അനില ചന്ദ്ര സൂരൗജനേത്രേ കർണാവാശാശിരോ ദൗർമുഖമഭിദഹനോ യസ്യ വാസ്തേയമബ്ധിഃ. യസ്യ ആരുടെയാണോ എന്ന് വേണം ഇവിടെ അന്വയിപ്പിക്കേണ്ടത്. ആരുടെ ആ രണ്ടു പാദങ്ങൾ ആരുടെയാണോ. പാദൗ യസ്യ ഭൂഹു എന്നവിടെ പറഞ്ഞിരിക്കുന്നത്. ഭൂഹു എന്ന് വെച്ചാൽ ഭൂമി എന്നർത്ഥം. അപ്പൊ ഭൂമിയാണ് ഭഗവാന്റെ രണ്ടു പാദങ്ങൾ. നാഭിർവിയത അസുര അനില ചന്ദ്ര സൂരൗജനേത്രേ. നാഭിഹി വിയത. വിയത എന്ന് വെച്ചാൽ ആകാശം എന്നർത്ഥം. നാഭി എന്നാൽ പൊക്കിളെന്നർത്ഥം. നാഭിദ്വാരം ആകാശമായിട്ടും വിരാട് പുരുഷന്റെ പൊക്കിളാണ് ഈ കാണുന്ന സ്പേസ്. അത് വിരാട് പുരുഷന്റെ നാഭിയാകുന്നു. പിന്നെന്താണ് പറഞ്ഞിരിക്കുന്നത്? അസുര അനില ചന്ദ്ര സൂരൗജനേത്രേ. അനിലഹ വിരാട് പുരുഷന്റെ പ്രാണൻ ആരാണ്? അനിലഹ. ഈ അന്തരീക്ഷത്തിൽ കാണുന്ന വായുവാണ് വിരാട് പുരുഷന്റെ പ്രാണൻ. അപ്പൊ അനിലനൻ എന്ന് പറഞ്ഞാൽ ഒരിടത്തും നിൽക്കാത്തവൻ, നിലയില്ലാത്തവൻ. എങ്ങനെയാണോ നമ്മുടെ ശരീരത്തില് ഈ പ്രാണശക്തി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, അതുപോലെ പ്രപഞ്ചമാകുന്ന ശരീരമാണ് വിശ്വരൂപം എന്ന് സാരം. അപ്പോൾ അതിൽ മുഴുവൻ കറങ്ങിക്കൊണ്ടിരിക്കുന്ന വായുവാണ് ഈ വിരാട് പുരുഷന്റെ പ്രാണൻ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെന്താണ്? വിയത അസുര എന്ന് പറഞ്ഞു. അസു എന്ന് വെച്ചാൽ പ്രാണൻ എന്നാണ് അർത്ഥം. അസുര അനില ചന്ദ്ര സൂരൗജ നേത്ര. ഈ വിരാട് പുരുഷന്റെ കണ്ണുകളാണ് സൂര്യനും ചന്ദ്രനും. അപ്പൊ മനസ്സിലായോ? സൂര്യനും ചന്ദ്രനും വിരാട് പുരുഷന്റെ കണ്ണുകളാണ്. അപ്പം സൂരൗ എന്ന് പറഞ്ഞത് ദ്വിവചനമാണ് ഇവിടെ. കർണാവാശാശിരോ ധർമുഖമഭിദഹനോ യസ്യ വാസ്തേയമബ്ധിഃ. കർണൗ, കർണൗ എന്ന് വെച്ചാൽ രണ്ട് ചെവികൾ. ഇവിടെ കർണാന്ന് ഇരിക്കുമ്പോൾ നമ്മൾ അതിനെ പിരിക്കണം, കർണൗ എന്നെടുക്കണം. രണ്ട് ചെവികളെയുമാണ് പറയുന്നത്. പിന്നെന്താ പറഞ്ഞേ? കർണൗ വാശ. വാശ കർണാവാശ. കർണ അതിനെ പിരിക്കുമ്പം കർണൗ ആശഹ എന്ന് വരും. ആശഹ എന്ന് പറഞ്ഞാൽ ദിക്കുകളെയാണ് പറയുന്നത്. 8 ദിക്കുകൾ ആണ് ഇവിടെ പറയുന്നത്. അപ്പം 4 ദിക്ക് പ്രധാനപ്പെട്ടതാണ്. കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക്, തെക്ക്. പിന്നെ അതിൻ്റെ കോണുകളാണ് മുകളിലും താഴെയും കൂടെ. അങ്ങനെ 10 ദിക്കുകളെയാണ് ഇവിടെ പറഞ്ഞു വച്ചിരിക്കുന്നത്. മൊത്തം 10 ദിക്കുകൾ. ഈ 4 ദിക്കുകൾ പ്രധാനം. അതിൻ്റെ പിന്നെ കോണുകൾ, പിന്നെ മുകളിലും താഴെയും. അതുകൂടെ കൂട്ടി 8ഉം 2ഉം 10 ദിക്ക്. അപ്പം മുകളിലെയും താഴെയെയും ഒഴിവാക്കിയാൽ 8 ദിക്കെന്ന് പറയും. അപ്പം ദിക്കാണ് ഈ വിരാട് പുരുഷന്റെ ചെവികൾ. ഇതൊക്കെ നമ്മൾ നാരായണീയത്തിൽ കൂടി 5ാം ദശകത്തിൽ പഠിച്ചതാണ് വൃത്തിയായിട്ടും. അപ്പം അതുകൊണ്ട് ദിക്കുകളെ ചെവികളാണെന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ശിരോ ദൗർമുഖമഭിദഹനോ യസ്യ വാസ്തേയമബ്ധി.
ശിരസ് വിരാട് പുരുഷന്റെ സ്വർഗലോകമാണ്. ദൗഹു എന്ന് വെച്ചാൽ സ്വർഗലോകം എന്നർത്ഥം. അപ്പൊ വിരാട് പുരുഷന്റെ ശിരസ് സ്വർഗലോകമാണ്. മുഖമഭിദഹനഃ, മുഖമെന്ന് പറഞ്ഞാൽ വായെന്നാണ് ഇവിടെ അർത്ഥമെടുക്കേണ്ടത്, അല്ല നമ്മുടെ സാധാരണ മുഖമല്ല. സംസ്കൃതത്തിൽ മുഖമെന്ന് പറഞ്ഞാൽ വായ. അതാരാണ്? ദഹനഃ, അഗ്നിയാണ് വായ. അപ്പം വിരാട് പുരുഷന്റെ വായിലാണ് അഗ്നി. പിന്നെന്താണ് പറഞ്ഞിരിക്കുന്നത്? യസ്യ വാസ്തേയമബ്ധിഹി, യസ്യ എന്ന് വെച്ചാൽ ഏതൊരു ദേവന്റെ ഉള്ളിലാണോ ആ വിശ്വം മുഴുവൻ സ്ഥിതി ചെയ്യുന്നത്. എങ്ങനെയുള്ള വിശ്വം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? സുരനര ഗഗോ ഭോഗി ഗന്ധർവ ദൈത്യഹി എന്നാ പറഞ്ഞിരിക്കുന്നത്. ചിത്രം, ചിത്രം എന്ന് പറഞ്ഞാൽ വൈചിത്രങ്ങളോട് കൂടിയതാണ്. എങ്ങനെയൊക്കെയാണ് വിശ്വത്തിലുള്ളതെന്ന് നമുക്ക് വിവരിക്കുവാൻ സാധ്യമല്ല. അവിടെ സുരന്മാരുണ്ട്, സുരന്മാരെന്ന് വെച്ചാൽ ദേവന്മാര്, നരന്മാരുണ്ട്, മനുഷ്യര്, ഖഗങ്ങളുണ്ട്, പക്ഷികളുണ്ട്. അപ്പൊ ആകാശത്തിൽ സഞ്ചരിക്കുന്നതാണ് ഈ പക്ഷികള്, പശുക്കള്, ഭോഗി സർപ്പങ്ങള്, ഗന്ധർവന്മാര്. അപ്പൊ ദേവലോകത്തുള്ള എല്ലാവരെ കുറിച്ചും പറഞ്ഞു കഴിഞ്ഞു. ദൈത്യൈഹി എന്നാ പറഞ്ഞിരിക്കുന്നത്, അസുരന്മാര്. ഇതെല്ലാം കൊണ്ടും ചിത്രം, വൈചിത്ര്യപൂർണമായ വിശ്വമസ്യ അന്തസ്ഥം, അങ്ങനെ വേണം കൊണ്ടൊന്ന് നമ്മളെ അന്വയിപ്പിക്കേണ്ടത്. അന്തസ്ഥം യസ്യ വിശ്വം. അപ്പൊ അവിടെ തിരിച്ചാണ് സംസ്കൃതത്തില് അതിനെ അന്വയിപ്പിക്കുന്നത്. അപ്പം വിശ്വം യസ്യ അന്തസ്ഥം, ആരുടെ ഉള്ളിലിരിക്കുന്നുവോ, ഏതൊരു വിരാട് പുരുഷന്റെ ശരീരത്തിലെ അവയവങ്ങളാണ് എല്ലാം തന്നെയും. ഇപ്പൊ ഈ വൃക്ഷങ്ങള് വിരാട് പുരുഷന്റെ രോമങ്ങളാണ്. ഇതൊക്കെ നമ്മള് 5ാം ദശകത്തിൽ കൂടി പഠിച്ചാണ്. നദികള് നാഡീഞരമ്പുകളാണ്, പർവ്വതങ്ങൾ അസ്ഥികളാണ്, നക്ഷത്രങ്ങൾ പല്ലുകളാണ്, മേഘങ്ങൾ കേശപാശമാണ്, ജന്തുക്കളുടെ കുളമ്പുകൾ ഭഗവാന്റെ നഖങ്ങളാണ്. ഈ വൈചിത്രങ്ങളോടുകൂടിയ ചിത്രം വിശ്വം അന്തസ്ഥം രമ്യതേ, നന്നായി രമിക്കുന്നു. വിരാട് പുരുഷന്റെ ശരീരത്തിൽ ഈ വിശ്വം ക്രീഡിക്കുന്നു. ഭഗവാൻ അനുവദിച്ചു കൊടുത്തിരിക്കുന്നു ഈ വിശ്വത്തിനെ മുഴുവൻ പ്രകാശിക്കാൻ. അങ്ങനെയുള്ള തം ത്രിഭുവനവപുഷം വിഷ്ണുമീശം നമാമി. ത്രിഭുവനവപുഷം, 3 ലോകങ്ങളുടെയും ശരീരത്തോടു കൂടിയവനായ ആരുടെ വപുസോ, ത്രിവിക്രമൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഭഗവാനെ. അപ്പം 3 ലോകങ്ങളെയും അളന്നവൻ, 3 ലോകങ്ങളും ശരീരമായിരിക്കുന്നവൻ വിഷ്ണു, സർവവ്യാപിയായിരിക്കുന്നവൻ ഈശം, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവൻ, അവനെ ഞാനിതാ നമിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. വിഷ്ണു സഹസ്രനാമം ധ്യാന ശ്ലോകം 2. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭംഖം ലക്ഷ്മീകാന്തം കമലനയനം യോഗിവൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയകരം സർവലോകൈക്യനാഥം. ശാന്താകാരം, ശാന്തമായ ആകാരത്തോടുകൂടിയത്. ഭുജഗശയനം,
ഭുജകം എന്ന് വെച്ചാൽ സർപ്പം. അപ്പം അനന്തൻ്റെ മെത്തയിൽ ശയിക്കുന്നവൻ, ഭുജഗശയനം. പത്മനാഭം, നാഭിയിൽ നിന്ന് ഉയർന്ന ആ പത്മത്തോടു കൂടിയ, അതുകൊണ്ടാണ് പത്മനാഭനായിരിക്കുന്ന ആ പത്മനാഭം. സുരേശം, സുരേശം എന്ന് വെച്ചാൽ ദേവന്മാരുടെ ഈശനായിരിക്കുന്ന ആ പത്മനാഭനെ, അനന്ത പത്മനാഭനെ. വിശ്വാധാരം ഗഗനസദൃശ്യം, ഈ വിശ്വത്തിന് തന്നെ ആധാരമായിട്ടിരിക്കുന്നതും ഗഗനസദൃശ്യം, ആകാശം പോലെ ആദിയും അന്തവുമില്ലാത്തതുമായ മേഘവർണം, ആ നല്ല കാർമേഘവർണ്ണനായിരിക്കുന്ന ശുഭാംഗം, മംഗളത്തെ തരുന്ന അവയവങ്ങളോടുകൂടിയ എന്ന അർത്ഥം. ലക്ഷ്മീകാന്തം കമലനയനം യോഗി വൃക്ഷാനഗമ്യം വന്ദേ വിഷ്ണു ഭവകരം സർവലോകൈകനാഥം. ലക്ഷ്മിയുടെ ഭർത്താവായിട്ടിരിക്കുന്നതും കമലനയനം, താമര പോലെയുള്ള കണ്ണുകളോടുകൂടിയവനും, യോഗി വൃക്ഷാനഗമ്യം, യോഗികൾക്ക് ധ്യാനത്തിലൂടെ മാത്രം പൂർണ്ണമായി അറിയാൻ സാധിക്കുന്നതുമായ ഭവഭയകരം, ഈ സംസാരത്തിലെ എല്ലാ ദുഃഖത്തെയും ഹരിക്കുന്നത്, സർവലോകൈകനാഥം, ഈ ലോകത്തിന് മുഴുവൻ, അതായത് 14 ലോകങ്ങൾക്കും നാഥനായിരിക്കുന്ന ആ വിഷ്ണുവിനെ ഞാനിതാ വന്ദിക്കുന്നു. വന്ദേം വിഷ്ണു ഭവകരം സർവലോകൈകനാഥം. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ധ്യാന ശ്ലോകം 3. മേഘശ്യാമം പീതകൗശേയവാസം ശ്രീവത്സാംഗം കൗസ്തുഭോൽഭാസിതാംഗം പുണ്യാപേടം പുണ്ഡരീകായതാക്ഷം വിഷ്ണും വന്ദേ സർവലോകൈകനാഥം. മേഘശ്യാമം, ആ കാർമേഘവർണം, പീതകൗശേയവാസം, പീതം എന്ന് വെച്ചാൽ മഞ്ഞ, കൗശേയം പട്ട്, ആ മഞ്ഞപ്പട്ട് ഉടുത്തിരിക്കുന്നു. വാസം ശ്രീവത്സാംഗം, ശ്രീവത്സം എന്ന മറുക് തൻ്റെ വക്ഷസിൽ ധരിച്ചിരിക്കുന്നു. കൗസ്തുഭ ഉദ്ഭാസിതാംഗം, നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ കൗസ്തുഭോദ്ഭാസിതാംഗം, കൗസ്തുഭ ഉദ്ഭാസിതാംഗം. ആ കൗസ്തുഭ രത്നം, അതായത് ആ രത്നം വെട്ടിത്തിളങ്ങുന്ന ആ കുണ്ടലത്തോടു കൂടിയ, കുണ്ടലം എന്ന് ഭഗവാന്റെ കാതിലെ കമ്മലാണ്. ഒപ്പം പുണ്യാപേദം പുണ്ഡരീകായതാക്ഷം, പുണ്യം ചെയ്തവർക്ക് മാത്രമേ ഭഗവാനിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. പുണ്ഡരീകായതാക്ഷം, അപ്പൊ താമര പോലെ ആയതാക്ഷം, വലിപ്പമുള്ള കണ്ണുകളോടുകൂടിയവനും സർവലോകൈകനാഥം, അങ്ങനെയുള്ള ആ വിഷ്ണു ഭഗവാനെ ഞാനിതാ വന്ദിക്കുന്നു.
ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ. ധ്യാനശ്ലോകം 4. സശംഖചക്രം സകിരീടകുണ്ടലം സപീതവസ്ത്രം സരസീരുഹേഷണം സഹാരവക്ഷസ്ഥലശോഭികൗസ്തുഭം നമാമി വിഷ്ണും ശിരസാ ചതുർഭുജം. സശംഖചക്രം, ശംഖുചക്രത്തോടു കൂടിയവനും. ഇവിടെ സശംഖുചക്രം എന്ന് പറഞ്ഞു സാ ചേരുമ്പോൾ കൂടിയവൻ എന്നർത്ഥം. അപ്പം എന്തിനോടു കൂടിയവൻ? ശംഖുചക്രത്തോടു കൂടിയവൻ. സ കിരീടകുണ്ടലം, കിരീടവും കുണ്ടലത്തോടും കൂടിയവൻ. സ പീതവസ്ത്രം, വസ്ത്രത്തോടു കൂടിയവൻ. പിന്നെന്താണ്? സരസീരുഹേഷണം, ആ താമര കണ്ണുള്ളവൻ. സഹാരവക്ഷസ്ഥലശോഭികൗസ്തുഭം, ആ വക്ഷസ്ഥലത്തിൽ കൗസ്തുഭം നല്ല മനോഹരമായിട്ട് ശോഭിക്കുന്നു. അതുകൊണ്ടാണ് ശ്രിയം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം സഹാരം, വനമാലയും മുത്തുമാലയും ഒക്കെ ഭഗവാൻ കഴുത്തിലിങ്ങനെ അണിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള ചതുർഭുജം, ആ ചതുർബാഹുവായിട്ടുള്ള വിഷ്ണു ശിരസാ നമാമി, ഞാനിതാ എൻ്റെ തല കുമ്പിട്ടുകൊണ്ട് ഭഗവാനെ നമസ്കരിക്കുന്നു. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ. ധ്യാനശ്ലോകം 6ഉം 7ഉം. ഛായായാം പാരിജാതസ്യ ഹേമസിംഹാസനോപരി ആസീനം അംബുദശ്യാമം ആയതാക്ഷമലങ്കൃതം ചന്ദ്രാനനം ചതുർബാഹും ശ്രീവത്സാങ്കിതവക്ഷസം രുക്മിണീ സത്യഭാമാഭ്യം സഹിതം കൃഷ്ണമാശ്രയേ. ഇവിടെ ഛായായാം പാരിജാതസ്യ, ഭഗവാൻ എവിടെയാണ് ഇരിക്കുന്നത്? ഹേമസിംഹാസനോപരി ആസീനം. ഹേമം എന്ന് വെച്ചാൽ സ്വർണം. ആ സ്വർണ സിംഹാസനത്തിൽ, അതിൻ്റെ മുകൾ ഭാഗത്ത് ഇരിക്കുന്നവനെ. പാരിജാതസ്യ ഛായായാം ആസീനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാരിജാതം എന്നുള്ളത് സ്വർഗത്തിലെ വൃക്ഷമാണ്. ആ വൃക്ഷത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ വൃക്ഷം എന്തും ചോദിക്കുന്നത് നൽകും. അപ്പം ആ വൃക്ഷത്തിൻ്റെ നിഴലിൽ, ഛായായ, അതിൻ്റെ ചുവട്ടിൽ, അതിൻ്റെ മൂലത്തിൽ എന്ന് ഇവിടെ അർത്ഥമെടുക്കാം. അപ്പം ആ പാരിജാതത്തിൻ്റെ മൂലത്തിൽ ഭഗവാൻ ഇരിക്കുന്നു. അപ്പം സ്വർഗത്തിൽ മാത്രമല്ല ഈ പാരിജാതം ഉള്ളത്. ദ്വാരകയിൽ രുക്മിണീ ദേവിയെ ഗ്രഹത്തിൽ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻ ഒരു പാരിജാത വൃക്ഷം സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ മറ്റൊരു പാരിജാതം കൂടി ഭഗവാൻ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ട്. നരകാസുര യുദ്ധം കഴിഞ്ഞ് നരകാസുരനെ വധിച്ചതിന് ശേഷം ഇന്ദ്രന് നഷ്ടപ്പെട്ടതായിട്ടുള്ള അതിഥിയുടെ കർണകുണ്ടലങ്ങളും വരുണൻ്റെ വെൺകുറ്റക്കുടയും തിരിച്ചു കൊടുക്കുവാൻ സത്യഭാമയും ഭഗവാനും കൂടി
ദേവലോകത്ത് ചെല്ലുമ്പോൾ സത്യഭാമയ്ക്ക് ഒരാഗ്രഹം തോന്നുന്നുണ്ട് ഈ പാരിജാത വൃക്ഷത്തോട്. അപ്പം ഭഗവാൻ ഇന്ദ്രനോട് ചോദിക്കാതെ ഭഗവാൻ അത് കൊണ്ടുവന്നു. അവിടെ വെച്ച ഇന്ദ്രന് ദേഷ്യം വരികയും ഇന്ദ്രനുമായിട്ട് യുദ്ധം ചെയ്യും. ആ യുദ്ധത്തിൽ നിന്നും ജയിച്ച് ഭഗവാൻ ഈ പാരിജാതം കൊണ്ടുവന്ന് ദ്വാരകയിൽ സത്യഭാമയുടെ ഗ്രഹത്തിൽ വയ്ക്കുന്നത്. അപ്പം അത്രയ്ക്കും പ്രാധാന്യമുള്ളതാണ് ഈ പാരിജാതം. ആസീനമംബുദശ്യാമം ആയദാക്ഷമലങ്കൃതം. അപ്പം ഈ പാരിജാതത്തിൻ്റെ ഛായയിൽ, നിഴലിൽ ആ സ്വർണ സിംഹാസനത്തിൻ്റെ മുകളിലിരിക്കുന്നവനും അംബുദശ്യാമം, അംബുദം മേഘം പോലെ ആ കറുത്ത വർണ്ണത്തോടു കൂടിയവനും ആയതാക്ഷം ആ വികസിച്ച കണ്ണുകളോടു കൂടിയവനും അപ്പം നല്ല അലങ്കാരങ്ങളോടു കൂടിയവനും എന്നർത്ഥം. എന്താണ്? ചന്ദ്രാനനം ചതുർബാഹും ശ്രീവത്സാങ്കിതവക്ഷസം. ചന്ദ്രാനനം, ചന്ദ്രനെ പോലെയുള്ള മുഖത്തോടു കൂടിയവനും ചതുർബാഹും 4 കൈകളോടു കൂടിയവനും ശ്രീവത്സാങ്കിതവക്ഷസം, ശ്രീവത്സം എന്ന അടയാളത്തോടു കൂടിയ ആ മാറിടമുള്ളവനും. പിന്നെന്താണ്? രുക്മിണീ സത്യഭാമാഭ്യം സഹിതം കൃഷ്ണമാശ്രയേ. രുക്മിണിയും സത്യഭാമയോടും കൂടിയവനായ അങ്ങനെയുള്ള കൃഷ്ണനെ ഞാൻ ഇതാശ്രയിക്കുന്നു.